നമസ്കാരം. രൂപം കൊണ്ട ആദ്യഘട്ടത്തിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ നേടി ദേശീയ രാഷ്ട്രീയത്തിൽ നിലയുറപ്പിച്ച ആം ആദ്മി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതേ കോൺഗ്രസുമായി കൈകോർക്കാൻ ഒരുങ്ങുകയാണ്. പരസ്പരം മത്സരിച്ചാലും ജയം ഇന്ത്യ മുന്നണിക്ക് പുറത്തു പോകില്ലെന്ന് ഉറപ്പിച്ച് പഞ്ചാബിൽ ഇരു കക്ഷികളും പ്രത്യേകം മത്സരിക്കുമെങ്കിലും ഡൽഹി ഉൾപ്പെടെ മറ്റു സംസ്ഥാനങ്ങളിൽ ഒരുമിച്ച് മത്സരിക്കാൻ ഇരു പാർട്ടികളും തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിൽ മത്സരിക്കാൻ കോൺഗ്രസും ആം ആദ്മിയും തമ്മിൽ തീരുമാനമായതായി നേതാക്കൾ അറിയിച്ചു. ഇരു പാർട്ടികളും വിവിധ സംസ്ഥാനങ്ങളിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതോടെയാണ് സഖ്യം യാഥാർത്ഥ്യമായത്. രാജ്യ തലസ്ഥാനത്ത് ആകെയുള്ള 7 സീറ്റുകളിൽ 4 ആം ആദ്മി പാർട്ടിയും 3 സീറ്റുകളിൽ കോൺഗ്രസുമാണ് മത്സരിക്കുക. ഗുജറാത്ത്, ഹരിയാന, ഗോവ എന്നിവിടങ്ങളിലും സീറ്റ് ധാരണയിലെത്തി. ഡൽഹിയിൽ പടിഞ്ഞാറൻ ഡൽഹി, സൗത്ത് ഡൽഹി, ഈസ്റ്റ് ഡൽഹി, ന്യൂഡൽഹി എന്നീ സീറ്റുകളിലാണ് ആം ആദ്മി മത്സരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഡൽഹി, നോർത്ത് വെസ്റ്റ് ഡൽഹി, ചാന്ദിനി ചൗക്ക് എന്നീ സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുക. ഡൽഹിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകളിലും BJP ആയിരുന്നു വിജയിച്ചത്. അന്ന് കോൺഗ്രസും AAPയും ഒറ്റയ്ക്കാണ് മത്സരിച്ചിരുന്നത്. 5 അന്ന് കോൺഗ്രസ് 2ാം സ്ഥാനത്തെത്തിയിരുന്നു. അതേസമയം ഹരിയാനയിൽ 1 സീറ്റിലാണ് ആം ആദ്മി പാർട്ടി മത്സരിക്കുക, കുരുക്ഷേത്രയിൽ. ഗുജറാത്തിൽ ബറൂച്ചിലും ഭവ്നഗറിലുമാണ് ആം ആദ്മി മത്സരിക്കുന്നത്. ഗോവയിൽ ആകെയുള്ള 2 സീറ്റുകളിലൊന്നിൽ ആം ആദ്മി നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും മത്സരത്തിനില്ലെന്ന് ഇപ്പോൾ വ്യക്തമാക്കി. ഇതോടെ ഗോവയിൽ 2 സീറ്റിലും കോൺഗ്രസ് ആയിരിക്കും മത്സരിക്കുക. പഞ്ചാബിൽ ഇരു പാർട്ടികളും പരസ്പരം മത്സരിക്കുമെന്നാണ് തീരുമാനം. സഖ്യ ചർച്ചകൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടിയുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കുന്നത് തിരിച്ചടിയാകുമെന്ന് ആം ആദ്മി നേതൃത്വം നിലപാട് സ്വീകരിച്ചിരുന്നു. സഖ്യം സംസ്ഥാനത്ത് ആം ആദ്മിക്ക് കളമൊരുക്കുന്നതിന് കാരണമാകുമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുമെന്നും കോൺഗ്രസ് നേതൃത്വവും ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഇതോടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ താൽപ്പര്യപ്രകാരം മുന്നോട്ടു പോകാൻ ഇരു പാർട്ടികളുടെയും ദേശീയ നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. അതിനിടെ മഹാരാഷ്ട്രയിലെ ഇന്ത്യ സഖ്യത്തിൻ്റെ സീറ്റ് വിഭജനത്തിലും ധാരണയായെന്നാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്തെ 48 സീറ്റുകളിൽ 39 എണ്ണത്തിലും ധാരണയിലെത്തിയെന്നാണ് പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ കോൺഗ്രസിനും ശിവസേനയ്ക്കും NCPക്കും എത്ര വീതം സീറ്റുകൾ ലഭിച്ചു എന്നത് ഇപ്പോൾ വ്യക്തമല്ല. 2010-ൽ BJPയുമായി ചേർന്നാണ് ശിവസേന മത്സരിച്ചത്. അന്ന് 23 സീറ്റുകളിൽ മത്സരിച്ച ശിവസേന 18 സീറ്റുകളിൽ വിജയിച്ചിരുന്നു. 25 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് 1 മണ്ഡലത്തിൽ മാത്രമായിരുന്നു വിജയിച്ചത്. UPയിലും ബീഹാറിലും ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജനം അന്തിമഘട്ടത്തിലെത്തിയതോടെ ആദ്യഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞ ആശങ്കകളെ തള്ളിമാറ്റി ഇന്ത്യ സഖ്യം കരുത്താർജിക്കുന്ന കാഴ്ചയാണ് ഉത്തരേന്ത്യയിൽ കണ്ടുവരുന്നത്. 400 സീറ്റ് ഉറപ്പിച്ച് മത്സരിക്കുന്ന BJPക്ക് ഇന്ത്യ സഖ്യം കനത്ത വെല്ലുവിളി ഉയർത്തും എന്ന കാര്യം ഉറപ്പ്.